ഇന്ന് രാവിലെ ബോറടിച്ചപ്പോൾ കീരിയുടെ കൂടെ ഒരു ഓട്ട മത്സരം നടത്തി. കീരി ജയിച്ചു, ഞാൻ തോറ്റു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കടയ്ക്കൽ തിരുവാതിരയ്ക്കാണ്. നീണ്ട ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഇന്ന് കടയ്ക്കൽ തിരുവാതിര ദിവസമാണ്. കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റിയില്ല. അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഈ കൊല്ലമെങ്കിലും എന്തായാലും പോകണമെന്ന്. അങ്ങനെ ഇന്ന് പോകാൻ റെഡിയായി നേരെ കടക്കിലോട്ട് പോയി. കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി ഒതുക്കി. അമ്പലത്തിനടുത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഗ്യാപ്പ് കിട്ടിയത്. 2 കിലോമീറ്റർ അങ്ങനെ നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയപ്പോഴേക്കും അമ്പലപ്പറമ്പിൽ സൂചി കുത്താൻ ഗ്യാപ്പില്ല. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ജനക്കൂട്ടം. ഞാനിത് ആദ്യമായിട്ടാണ് കടയ്ക്കൽ തിരുവാതിരയ്ക്ക് വരുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അമ്പലപ്പറമ്പിലേക്ക് കുതിര എത്തിയിരുന്നു. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം. കുറച്ചു നേരം കണ്ടിട്ട് ഒരു വെള്ളം കുടിക്കാൻ പോയി. ഇവിടെ ഗൂഗിൾ പേ ചെയ്യാൻ റേഞ്ച് ഇല്ല, കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. പിന്നെ പോയി കരിമ്പൻ ജ്യൂസ് അടിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു. ഇന്നിവിടെ വന്നവർക്ക് പലർക്കും പറ്റിയൊരു അബദ്ധമാണ് ഇന്ന് എനിക്കും പറ്റിയത്. എല്ലാവരും ആദ്യമേ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു കാണും. അവസാനം ഗൂഗിൾ പേ ചെയ്യാൻ നേരത്ത് റേഞ്ചും ഇല്ല, പൈസ സെൻഡ് ആവില്ല. അങ്ങനെ അബദ്ധം പറ്റിയൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടേക്കണേ. കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് വെറുതെ ഒരു രസത്തിന് അവിടെ കണ്ടൊരു ഊഞ്ഞാലി ചെന്ന് കയറി. ആദ്യം നല്ല ചിരിച്ചുകൊണ്ടിരുന്നു. ആ ഊഞ്ഞാൽ ആടി തുടങ്ങിയപ്പോഴൊക്കെ നല്ല രസമായിരുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ചിരിയായിരുന്നു. പിന്നെ ചിരിയൊക്കെ അങ്ങ് മാറി കംപ്ലീറ്റ് കരച്ചിലായി. സത്യം പറയാലോ, ഞാൻ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നു. ഫ്രണ്ടിൽ നിന്ന് ചേച്ചി എന്നോട് ചോദിക്കുമായിരുന്നു യൂട്യൂബർ അല്ലേ എന്ന്. അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യൂട്യൂബറൊക്കെ ചത്തുപോയി ചേച്ചിന്ന് ഞാനും പറഞ്ഞു. ഞാൻ അത്രയേറെ പേടിച്ചിരുന്നു. എന്റെ കിളി പറഞ്ഞത് കാരണം ഞാൻ അവന്മാരോട് ഒരു 500 തവണ നിർത്താൻ പറഞ്ഞു. അവന്മാരെ നിർത്തിയില്ല. എന്റെ അടുത്തുള്ള ഈ കൊച്ചു ചെറുക്കന്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ഞാൻ ഇന്ന് ഇത്രയും വിളിച്ചത്. ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയായിരുന്നു. എങ്ങനെയെങ്കിലും ഭൂമിയിൽ കാലുകുത്തണം. അത്രേ ഉള്ളായിരുന്നു ആ നിമിഷത്തെ എന്റെ അതിൽ നിന്ന് ഇറങ്ങിയോടെ ഞാൻ ഓടിയത് അടുത്ത മുതുക്ക് ജയിന്റ് വീലിന്റെ അടുത്തോട്ടായിരുന്നു. അതിലും ഞാൻ കയറി. അതിന്റെ ഏറ്റവും മുകളിൽ എത്തിയപ്പോഴേക്കും കടക്കിൽ മുഴുവൻ കാണായിരുന്നു. ഭഗവാനെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് കണ്ണു അടച്ച് ഞാനങ്ങിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതിൽ മാത്രം ഞാൻ പേടിച്ചില്ല. താഴെ ഇറങ്ങിയോടെ ഞാൻ നേരെ ഓടിയത് വെള്ളം കുടിക്കാനായിരുന്നു. ഇതിന്റെ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ.